നമസ്കാരം. ഒന്ന് ചൊറിയാൻ വന്നവരെ അടപടലം തേച്ചൊട്ടിച്ചു വിടുകയായിരുന്നു നമ്മുടെ ഇന്ത്യൻ സൈന്യം. ഓരോ ദിവസം കഴിയുന്തോറും ഭാരതത്തിന്റെ സൈനിക കരുത്ത് വർദ്ധിച്ചു വരികയാണെന്നുള്ള കാര്യം എന്തായാലും പാകിസ്ഥാൻ ഇപ്പോൾ ബോധ്യമായിട്ടുണ്ടാകും. ഇത് വ്യക്തമാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് പാകിസ്ഥാൻ. ഭീകരത വെച്ചു പുലർത്താൻ മോദി സർക്കാർ അനുവദിക്കില്ലെന്ന് പറയുന്നത് വെറുതെ അല്ലെന്നുള്ളത് ഇനിയെങ്കിലും മനസ്സിലാക്കിയാൽ എല്ലാവർക്കും നല്ലത്. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യൻ സൈന്യം നമുക്ക് തികച്ചും അഭിമാനം തന്നെയാണ്. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ലെന്നും ഇപ്പോൾ കണ്ടത് വെറും ട്രെയിലർ മാത്രമാണെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ മന്ത്രിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇന്ത്യ വീണ്ടും ആയുധ സംഭരണിക്ക് കരുത്തുകൂട്ടുന്നു എന്നൊരു വാർത്ത കൂടി ഇന്നലെ പുറത്തു വന്നതാണ്. ഇപ്പോൾ തന്നെ ഇന്ത്യൻ സൈന്യത്തിന് പാകിസ്ഥാനേക്കാളും ഇരട്ടി ആയുധ ബലമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയൊരു യുദ്ധമുണ്ടായാൽ ഉറപ്പായിട്ടും പാകിസ്ഥാനെ ഭാരതം ചുട്ട് ചാമ്പലാക്കുമെന്നതിൽ ഒരു സംശയവും വേണ്ട. ഇപ്പോഴത്തെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനിലെ മുഴുവൻ ലക്ഷ്യങ്ങളിലും ആക്രമണം നടത്താനുള്ള ആയുധശേഖരം ഇന്ത്യക്കുണ്ടെന്ന് ആർമി എയർ ഡിഫൻസ് ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ സുമൻ ഇവാൻ ഡി കൽഹ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. മുഴുവൻ പാകിസ്ഥാനും ഇന്ത്യയുടെ പരിധിയിലാണെന്ന് ലഫ്റ്റനന്റ് ജനറൽ പറയുന്നു. പാകിസ്ഥാൻ സൈന്യത്തിന്റെ ജനറൽ ആസ്ഥാനം GHQ റാവൽപിണ്ടിയിൽ നിന്ന് വൈബർ പോലുള്ള പ്രദേശങ്ങളിലേക്ക് മാറ്റിയാലും അവർക്ക് ഇന്ത്യൻ റഡാറിന്റെ മുന്നിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കില്ലെന്ന് അദ്ദേഹം പറയുന്നു. ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഇന്ത്യ നടത്തിയ ആക്രമണങ്ങൾ പാകിസ്ഥാൻ വ്യോമതാവളങ്ങളെ കൃത്യമായി ലക്ഷ്യം വെച്ചായിരുന്നുവെന്നും ഇതിനായി മികച്ച ആയുധങ്ങൾ ഉപയോഗിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. ദീർഘദൂര ഡ്രോണുകളും ഹൈഡഡ് ആയുധങ്ങളും ഉൾപ്പെടെയുള്ള ആധുനിക തദ്ദേശീയ സാങ്കേതിക വിദ്യ ഈ പ്രവർത്തനത്തിന്റെ വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ചു. രാജ്യത്തിന്റെ പരമാധികാരത്തെയും ജനങ്ങളെയും സംരക്ഷിക്കുക എന്നതാണ് സായുധ സേനയുടെ പ്രാഥമിക കടമയെന്ന് ലഫ്റ്റനന്റ് ജനറൽ ഡി കുൻഹ അടിവരയിട്ടു. ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ ആധുനിക യുദ്ധത്തിൽ പ്രത്യേകിച്ച് ഡ്രോണുകളും മറ്റ് നൂതന സാങ്കേതിക വിദ്യകളും നിർവീര്യമാക്കുന്നതിൽ അതിന്റെ മികവ് പ്രകടമാക്കിയെന്നും ഇവാൻ ഡി കുൻഹ പറഞ്ഞു. വിവിധ സൈനിക ശാഖകൾക്കിടയിൽ സുഗമമായ ഏകോപനം സാധ്യമാക്കാൻ അധികൃതർക്കായി. കൂടാതെ ഭീകരതയ്ക്കെതിരെ ധീരമായ നടപടി സ്വീകരിക്കാനുള്ള ഇന്ത്യയുടെ കഴിവ് പ്രകടമാക്കിയതായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.